ഒളിമ്പിക്സിന് യോഗ്യത തേടുന്ന താരങ്ങൾക്ക് അപ്പോൾ തന്നെ ഗസറ്റ് റാങ്കിൽ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. സംസ്ഥാനത്ത് കായിക താരങ്ങൾക്ക് മാത്രമായി സ്പോർട്സ് കോളേജ് സ്ഥാപിക്കും. ദേശീയ ഗെയിംസിന് വേണ്ടി വാങ്ങിയ ഉപകരണങ്ങൾ സ്പോർട്സ് കൗൺസിലിന് കൈമാറുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദേശീയ ഗെയിംസ് വൻ വിജയമായതിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ കായിക മേഖലയുടെ വളർച്ചയ്ക്കുള്ള പ്രത്യേക പാക്കേജാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. 2016 ഒളിമ്പിക്സിന് യോഗ്യത നേടിയ 4 മലയാളി താരങ്ങൾക്ക് ഗസറ്റഡ് റാങ്കിൽ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ക്വാളിഫൈ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ജോലി കൊടുക്കും. 1 സജൻ പ്രകാശ്, 2 എലിസബത്ത് ആന്റണി, 3 അനിൽഡ തോമസ്, 4 അനു രാഘവൻ. അപ്പോൾ ഇവർക്ക് 4 പേർക്കും ഇതിൻ്റെ ആനുകൂല്യം കിട്ടാനായിട്ട് അർഹതയുണ്ടായിരിക്കും. ഒളിമ്പിക്സ് വിജയികൾക്ക് 1 കോടി രൂപ വീതവും ഏഷ്യാഡ് കോമൺവെൽത്ത് ഗെയിംസ് വിജയികൾക്ക് 50 ലക്ഷം രൂപ വീതവും പ്രോത്സാഹനമായി നൽകും. കോഴിക്കോട് ഒരു സ്പോർട്സ് സ്കൂളും കോട്ടയത്ത് ഒരു സ്പോർട്സ് കോളേജും സ്ഥാപിക്കും. ദേശീയ ഗെയിംസിനായി നിർമ്മിച്ച സ്റ്റേഡിയങ്ങളുടെ ചുമതല ഓരോ ഏജൻസികളെ ഏൽപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ദേശീയ ഗെയിംസ് വികേന്ദ്രീകരിച്ച് നടത്തിയ കേരള ശൈലി മികച്ചതാണെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത IOA പ്രസിഡന്റ് N രാമചന്ദ്രനും വ്യക്തമാക്കി. For us, it's impossible to believe that no athlete has complained. Even the village, if you take, it's a new model, new concept. The fact that it has been spread over 7 districts is again a new concept. So this is something which the other states which hold national games should replicate. റിപ്പോർട്ടർ തിരുവനന്തപുരം.